ഇതുപോലെ ഇരുന്ന നൂലുകളെല്ലാം നമുക്കിന്ന് ഈ വിധത്തിലൊന്ന് അടുക്കി പെറുക്കി വെച്ചാലോ. ഇന്നിപ്പോൾ നമുക്കൊരു ത്രെഡ് ഹോൾഡർ ചെയ്ത് നോക്കാം കേട്ടോ. അതിനുവേണ്ടി നമുക്ക് സെൻറ്റർ ഭാഗത്ത് ഇതേപോലെ ഫോൾഡഡ് ആയിട്ടുള്ള ഒരു കാർഡ്ബോർഡ് പീസാണ് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കിട്ടുന്നതാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താലും മതി. അതിൻ്റെ എൻഡ് ഭാഗം നമുക്ക് ഏതെങ്കിലും ഒരു ടേപ്പ് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളെ കയ്യിലുള്ള ഏതെങ്കിലും സ്റ്റിക്കർ വെച്ചിട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് 1.5 ഇഞ്ച് ഈക്വൽ ഡിസ്റ്റൻസിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ടൂത്ത് പിക്കാണ് കേട്ടോ. അതിൻ്റെ എൻഡ് പോർഷനിലായിട്ട് കുറച്ച് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേപോലെ ചരിച്ചിട്ട് മൊത്തത്തിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ത്രെഡ് ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ത്രെഡ് എല്ലാം കെട്ടുപെടാതെ നമുക്ക് ഇതേപോലെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റിയൊരു ത്രെഡ് ഹോൾഡറാണ് കേട്ടോ. വൺ സൈഡ് മാത്രം 48 നൂല് നമുക്ക് ഇതിലേക്ക് വെക്കാൻ പറ്റും. ഇതിൻ്റെ സൈസ് കൂട്ടിയും കുറച്ചും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ശരി, നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.